Dear students, in the previous class we have discussed the 2019 and 2018 March question paper. In this video we are discussing 2017 and 2016 question paper. Let's start. 2017 March question നോക്കാം. First question, lay part. Let R be a relation defined on a set of 1, 2, 3 by R equal to set of 1, 3, 3, 1, 2, 2. R is first option reflexive, second option symmetric, third transitive, fourth reflexive and but not transitive. അതിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഫൈൻ എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് if f of x equal to mod of x plus 1 and g of x equal to 2x minus 1. അതിലെ സി പാർട്ട് ക്വസ്റ്റ്യൻ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ n ക്രോസ് n by എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു എ പ്ലസ് സി ബി പ്ലസ് ഡി. Find the identity element for star if it exists. ഇതിലെ എ പാർട്ട് ക്വസ്റ്റ്യൻ 1 മാർക്കിനും ബി പാർട്ട് 2 മാർക്കിനും സി പാർട്ട് 2 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു തന്നിട്ടുണ്ട് 1, 2, 3. പിന്നെ അടുത്ത റിലേഷൻ തന്ന റിലേഷൻ എന്താണ്? ആർ ഈക്വൽ ടു 1, 3, 3, 1, 2, 2. അപ്പം തന്ന സെറ്റ് 1, 2, 3യും റിലേഷൻ 1, 3, 3, 1, 2, 2 ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ള റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഈ 3 എലമെന്റും അതിലേക്ക് തന്നെ റിലേറ്റഡ് ആവണം. ഈ എ എന്ന സെറ്റിലെ 1, 2, 3 ഉണ്ട് അല്ലേ. അപ്പോൾ 1 1ലേക്കും 2 2ലേക്കും 3 3ലേക്കും റിലേറ്റഡ് ആവണം. അപ്പോൾ നമുക്ക് നോക്കാം റിലേഷനിൽ 1 1 ഉണ്ടോ എന്ന് നോക്കാം. 1 1 ഇവിടെ ആറിലില്ല. ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി അടുത്ത് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ നോക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 3 ഉണ്ട് അല്ലേ. 1 3 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് അങ്ങനെയാണെങ്കിൽ 3 1 എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. അപ്പോൾ 1 3 ഉണ്ട് 3 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore ആർ ഈസ് അസോസിയേറ്റ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറയാം. ഇനി അല്ല തേർഡ് ഓപ്ഷൻ എന്താ? ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 1 3 ബിലോങ്സ് ടു ആർ ആൻഡ് 3 1 belongs to R implies എന്ത് വരണം? 1 1 belongs to R. 1 1 does not belongs to R. Therefore നമുക്ക് എന്ത് പറയാം? R is not transitive. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 തെറ്റാണ്, 2 ശരിയാണെന്ന് പറയാം അല്ലെ. സിയും ട്രാൻസിറ്റീവ് അല്ല റിഫ്ലെക്സീവ് അല്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? സി ബി പാർട്ട് സിമെട്രിക് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. ഇനി എഫ് കോമ്പോസിഷൻ ജി കാണണം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കാം? 2x മൈനസ് 1 എന്ന് കൊടുക്കാം. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് പ്ലസ് 1 ആണ് അല്ലെ. ഇപ്പൊ എഫ് ഓഫ് 2x മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? 2x മൈനസ് 1 പ്ലസ് 1 എന്ന് കൊടുക്കാം. അപ്പൊ ഈ മൈനസ് 1 പ്ലസ് 1 പോയ ആൻസർ എന്ത് കിട്ടി? മോഡ് 2x എന്ന് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ? ജി കോമ്പോസിഷൻ എഫ് കാണണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള നമുക്ക് എങ്ങനെ ഇതാ? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ്
മോഡ് എക്സ് പ്ലസ് 1. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയണേ 2x മൈനസ് 1. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നിടത്ത് എന്ത് കൊടുക്കണം? മോഡ് എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കണം. മോഡ് എക്സ് പ്ലസ് 1. അപ്പം 2 ഇൻറ്റു മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മളെ ജി കോമ്പോസിഷൻ എക്സ്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എക്സും കിട്ടി. ഇനി ഇതിലെ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സ്റ്റാർ ഈസ് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ എൻ ക്രോസ് എൻ. ഐഡന്റിറ്റി എലമെന്റ് കാണാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റാർ എങ്ങനെ ഓപ്പറേഷൻ തന്നിട്ടില്ലേ? എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു എ പ്ലസ് സി ബി പ്ലസ് ഡി. അപ്പൊ നമുക്ക് എൻ ക്രോസ് എൻ ആയതുകൊണ്ട് തന്ന ഗിവൺ സെറ്റ് ഏതാ? എൻ ക്രോസ് എൻ ആയതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എന്തെടുക്കാം? ഇ എഫ് ബി ഒരു ഐഡന്റിറ്റി ആയിട്ട് എടുക്കാം. ദി എലമെന്റ് അപ്പം എങ്ങനെ വരും? എ ബി സ്റ്റാർ ഇ എഫ് ഈക്വൽ ടു എന്ത് വരണം? എ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇ എഫ് ഈസ് ഐഡന്റിറ്റി എന്ന് പറയാം. അപ്പൊ ഇനി നമുക്ക് എ ബി ആണോ നോക്കാം. അപ്പൊ എങ്ങനെ കിട്ടും? എ ബി സ്റ്റാർ ഇ എഫ് ഈക്വൽ ടു എ ബി ആണ് അല്ലെ, ഐഡന്റിറ്റി ആണെങ്കിൽ. അപ്പം എ ബി സ്റ്റാർ ഇ എഫ് എന്ന് പറയുന്നത് നമുക്ക് ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ട് എ പ്ലസ് ഇ കോമ ബി പ്ലസ് എഫ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. അപ്പൊ നമ്മളെ എ പ്ലസ് ഇ എന്താണ്? എ ആണ്. ബി പ്ലസ് എഫ് എന്താണ്? ബി ആണ് അല്ലെ. അപ്പം എ പ്ലസ് ഇ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലെ. ഇനി ബി പ്ലസ് എഫ് ഈക്വൽ ടു ബി എന്നാണ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു അല്ല എഫ് ഈക്വൽ ടു എന്ത് കിട്ടും? ബി മൈനസ് ബി എന്ത് വരും? 0 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്ത് വരും? 0 0 എന്ന് കിട്ടി. 0 0 എവിടെ അല്ല? എൻ ക്രോസ് എന്നില് 0 0 അല്ല. കാരണം എൻ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പം 1 2 3 മുതലാണ് 0 നാച്ചുറൽ നമ്പർ പെടില്ല. അപ്പൊ നമുക്ക് 0 0 എവിടെ അല്ല? എൻ ക്രോസ് എന്നിലില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഐഡന്റിറ്റി എലമെന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട്. The function f from n to n given by f of x equal to 2x is 1 1 and on to. First option. അടുത്തത് second 1 1 but not on to. Third not 1 1 and not on to. Fourth on to but not 1 1. ഇതിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. Find g composition f of x, if f of x equal to 8x cube and g of x equal to x raised to 1 by 3. Ni C part. Let star be an operation such that a star b equal to LCM of a and b defined on the set a equal to 1 2 3 4 5. Is star a binary operation? Justify your answer. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിനും, ബി പാർട്ട് 2 മാർക്കിനും, സി പാർട്ട് 2 മാർക്കിനുമാണ്. അങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഈ വർഷം ഉള്ളത്. ഇവിടെ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അപ്പം ക്വസ്റ്റ്യൻ എന്താ? 1 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 1 1 ആണോ ഓൺ 2 ആണോ നോക്കാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഇതാണ് നമ്മൾ 1 1 ആണോ ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എങ്ങനെ എഴുതാം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് 2x1 ഈക്വൽ ടു 2x2. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. therefore നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് 1 1 എന്ന് പറയാം. ഇനി ഓൺ 2 ആണോ നോക്കണം. ഓൺ 2 ആണോ നോക്കാൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? റേഞ്ച് എഫ് കോഡൊമെയിൻ ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ അങ്ങനെയും പഠിച്ചിട്ടുണ്ട്. റേഞ്ച് ഓഫ് എഫ് കോഡൊമെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേഞ്ച് ഇത് ഓൺ 2 ആണെന്ന് പറയാം.
ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റേഞ്ച് എഫിൽ എന്ത് വരും? 1 വരില്ല അല്ലേ, 3 വരില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേഞ്ച് എഫിൽ ആരൊക്കെ വരിക? റേഞ്ചിൽ വരും 2, 4, 6, 8 ഇങ്ങനെയല്ലേ പോണേ. അപ്പോൾ ഇതെന്തല്ല? n അല്ല, നോട്ട് ഈക്വൽ ടു n, നാച്ചുറൽ നമ്പർ അല്ല. therefore range f not equal to codomain. therefore f is not onto. അപ്പോൾ എന്താ ആൻസർ വരിക? 1 1 ആണ്, onto അല്ല. അപ്പോൾ ഓപ്ഷൻ 2. ഓപ്ഷൻ 2ൽ എന്താ പറയുക? 1 1 ആണ്, നോട്ട് onto എന്നാണ് വരുന്നത് അല്ലേ. ഇനി അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യന് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ്. ജി ഓഫ് എക്സ് എന്താണ്? എക്സ് റേസ് ടു 1/3. അപ്പോൾ എക്സ് റേസ് ടു 3 ഓൾ റേസ് ടു 1/3. 8 റേസ് ടു 1/3 എക്സ് റേസ് ടു 3 ഓൾ റേസ് ടു 1/3 എന്തായി മാറും? 2x എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ആൻസർ 2x എന്ന് കിട്ടി. ഇനി ഇതിലെ സി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. സിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല. ആണോ നമുക്ക് എങ്ങനെ നോക്കാം? തന്നിട്ടുള്ള സെറ്റ് ഏതാ? A 1 2 3 4 5. ഓപ്പറേഷൻ എന്താ തന്നിട്ടുള്ളത്? A സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് AB. എൻ്റെയും ബിൻ്റെയും LCM ആണെങ്കിൽ ആണ് ഓപ്പറേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഓരോ 2 എലമെൻറ്റ്സ് എടുത്ത് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അത് തന്നെ വരികയാണെങ്കിൽ, ഈ സെറ്റിൽ തന്നെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം, സ്റ്റാർ ഓപ്പറേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ 1 3 എടുത്താൽ 1 2 എടുത്താൽ 2 തന്നെ വരും, അതിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. 3 സ്റ്റാർ 2 സ്റ്റാർ 3 എന്ത് വരും? LCM ഓഫ് 2 3 എന്ന് വരും. അപ്പോൾ LCM ഓഫ് 2 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 6 ആണ്. 6 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. therefore ഇതെന്താണ്? സ്റ്റാർ ഈസ് നോട്ട് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ.